നമ്മൾ ടെക്സ്റ്റിലുള്ള തിയറം 18 അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താ തിയറം 18 എന്ന് പറയുന്നത്? എസ് എനി സബ്സെറ്റ് ഓഫ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വി. അപ്പോൾ നമുക്കൊരു വെക്റ്റർ സ്പേസ് ക്യാപിറ്റൽ വി ഉണ്ട്, അതിൻ്റെ ഒരു സബ്സെറ്റാണ് എസ്. സബ് സ്പേസ് പോലെയല്ല, സബ്സെറ്റാണ് എസ്. ഇഫ് ദെൻ എസ് നോട്ട് നോട്ട് ഇസ് ദ സബ് സ്പേസ് സ്പാൻഡ് ബൈ എസ്. അതായത് എസ് നോട്ട് നോട്ട്, ഈ തിയറം പറയുന്നത് ഇതാണ്, എസ് നോട്ട് നോട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു സ്പാൻ എസ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ എസ് അല്ല, സ്പാൻ എസ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെയുള്ള കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വി ഉണ്ട് അല്ലേ. വിയുടെ ഉള്ളിലുള്ള ഒരാളാണ് എസ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇവിടെ രണ്ട് എലമെൻസ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. സ്മോൾ എസ് വണ്ണും സ്മോൾ എസ് ടു രണ്ട് എലമെൻസ് ആണ് എവിടെയുള്ളത്, എസ്സിലുള്ളത് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ വിയിൽ എൻ്റെ സബ്സെറ്റ് ആണ് എസ്. എസ്സിൽ എസ് വൺ എസ് ടു ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ വി സ്റ്റാറിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഇവിടെ നിന്നുള്ള ലീനിയർ ഫംഗ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വി സ്റ്റാർ അല്ല, എസ് ഇതാണെങ്കിൽ എസ് നോട്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? എസ്സിലുള്ള എല്ലാ എലമെൻസിനെയും സീറോയിലേക്ക് കൊണ്ടുപോകുന്ന ലീനിയർ ഫംഗ്ഷനൽസ്. ഇപ്പോൾ ശരിക്കും ഇങ്ങനെ അല്ല പിക്ചർ ഇങ്ങനെയല്ല ശരിക്കും വരിക. എന്നാലും നിങ്ങൾ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിചാരിക്കുക. എസ് നോട്ടിൽ എസ് നോട്ടിൽ 3 എലമെൻസ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കാം. ഇപ്പോൾ എസ് നോട്ടിൽ F1, F2, F3 ഇങ്ങനെ 3 എലമെൻസ് ആണ് എസ് നോട്ടിലുള്ളത് എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഈ F1 എസ്സിലുള്ള എല്ലാവരെയും സീറോയിലേക്ക് കൊണ്ടുപോകും. അതായത് F1 ഓഫ് S1 സീറോ ആയിരിക്കും, F1 ഓഫ് S2 സീറോ ആയിരിക്കും. സിമിലർലി F2 അത് ചെയ്യും, F3 അത് തന്നെ ചെയ്യും. ഇതാണ് എസ് നോട്ട്. എസ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എസ്സിലുള്ള എല്ലാവരെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ലീനിയർ ഫംഗ്ഷനൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എസ് നോട്ടിലുള്ളത് F1, F2, F3 ആണ്. ഇനി എസ് നോട്ട് ആക്ച്വലി എസ് നോട്ട് എവിടെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ എസ് നോട്ട് ഉണ്ടാവുക എവിടെയാണ്? എസ് നോട്ട് ഉണ്ടാവുക എവിടെയാണ്? അഗൈൻ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ ഇവിടെ എഴുതിയതില്ലേ, ഇത് വി സ്റ്റാർ ആണ്. വി സ്റ്റാറിലാണ് ആരുണ്ടാവുക? എസ് നോട്ട് ഉണ്ടാവുക. എസ് നോട്ട് എവിടെയാണ് ഉണ്ടാവുക? വി സ്റ്റാറിൽ. എന്താ എസ് നോട്ട് എന്ന് പറഞ്ഞാൽ? എസ് നോട്ടിൽ F1, F2, F3 അല്ലേ, അതിൻ്റെയും നോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ F1, F2, F3യെ സീറോയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ ആൾക്കാരും വി സ്റ്റാറിലുള്ള, അതാണ് എസ് നോട്ട് എന്ന് പറഞ്ഞാൽ അതിലുണ്ടാവുക. അതായത് F1, F2, F3യെ സീറോയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ എലമെൻസും. അപ്പം ഇവിടെ S1 ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു L ഓഫ് S1 ഇവിടെ ഉണ്ടാകും. S2 ഉണ്ടെങ്കിലോ L ഓഫ് S2 ഇവിടെ ഉണ്ടാകും. ഈ L ഓഫ് S1ഉം L ഓഫ് S2 എന്താ ചെയ്യുക? F1നെ സീറോയിലേക്ക് കൊണ്ടുപോകുക നോക്കാം. അപ്പോൾ L ഓഫ് S1 F1നെ സീറോയിലേക്ക് കൊണ്ടുപോകുമോ? നമുക്ക് LS1 ഓഫ് F1, ഇത് ബൈ ഡെഫിനിഷൻ എന്താണ്? F1 ഓഫ് S1. പക്ഷേ F1 ഓഫ് S1 സീറോ അല്ലേ? ആണ്. അപ്പോൾ L ഓഫ് S1 F1നെ സീറോയിലേക്ക് കൊണ്ടുപോകും. L ഓഫ് S1 F2ന് സീറോയിലേക്ക് കൊണ്ടുപോകും. കാരണം ഇവിടെ F2 ഓഫ് S1 എന്ന് പറഞ്ഞാൽ അതും സീറോ ആയിരിക്കും, ഇത് സീറോ എന്ന് കിട്ടും. സിമിലർലി L ഓഫ് S1 F3യെയും സീറോയിലേക്ക് കൊണ്ടുപോകും. അപ്പം L ഓഫ് S1 ഇവരെ 3 പേരെയും സീറോയിലേക്ക് കൊണ്ടുപോകില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് എസ് നോട്ടിൽ ഉണ്ടാവും. സിമിലർലി L ഓഫ് S2 എവിടെ ഉണ്ടാവും? ഇവരെ 3 പേരെ നിങ്ങൾ നോക്കിയാൽ മതി. LS2 ഓഫ് F1, LS2 ഓഫ് F2, LS2 ഓഫ് F3 ഇതെല്ലാം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് സീറോ എന്നായിരിക്കും കിട്ടും. അപ്പം ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? L ഓഫ് S1ഉം L ഓഫ് S2ഉം F1, F2, F3 എല്ലാവരെയും സീറോയിലേക്ക് കൊണ്ടുപോകും. അപ്പം ഇവർ രണ്ടുപേരും എവിടെ ഉണ്ടാവും? എസ് നോട്ടിൻ്റെയും നോട്ടിലേക്ക്. എസ് നോട്ടിൽ എല്ലാവരും സീറോയിലേക്ക് കൊണ്ടുപോകുന്നത് എസ് നോട്ടിൽ L ഓഫ് S1ഉം L ഓഫ് S2ഉം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക. ആദ്യം എസ് എന്ന് പറഞ്ഞാൽ S1, S2 ആണ്. എസ് നോട്ട് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ F1, F2, F3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്തറിയാം? എസ് നോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ L ഓഫ് S1ഉം L ഓഫ് S2ഉം ഉണ്ടാവും. പക്ഷേ ഇവർ മാത്രമല്ല ഉണ്ടാവുക, വേറെയും കുറച്ച് ആൾക്കാർ കൂടെ ഇവിടെ ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ S1, S2 നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കും, ഇതൊരു സെറ്റ് അല്ലേ. നമ്മൾ ഇവരുടെ S1, S2 ഇതിൻ്റെ സ്പാൻ എടുക്കുക. സ്പാനിലുള്ള ഒരു എലമെൻറ്റ് എങ്ങനെയുണ്ടാവുക? S1, S2ൻ്റെ സ്പാനിലുള്ള ഒരു എലമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അവരുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവുക? അപ്പം സം A ഇൻറ്റു S1 പ്ലസ് B ഇൻറ്റു S2, ഇതെല്ലാം സ്മോൾ S1, S2 ആണ്, ക്യാപിറ്റൽ എസ്സിലുള്ള എലമെൻസ് ആണ്. ഇത് സ്പാനിൽ ഉണ്ടാവില്ലേ? പക്ഷേ ഇത് എസ്സിലില്ല. എസ്സിൽ S1, S2 മാത്രമേ ഉള്ളൂ. A S1 പ്ലസ് B S2 എവിടെ ഇല്ല, എസ്സിലില്ല. പക്ഷേ ഇവരുടെ സ്പാനിലുണ്ട്. ഇനി ഇതിനെ ഞാൻ സപ്പോസ് സ്മോൾ ആൽഫ എന്ന് വിളിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ ആൽഫ ഉണ്ടാവില്ലേ? അതായത് ഈ ലീനിയർ കോമ്പിനേഷൻ ഞാൻ ആൽഫ എന്ന് വിളിച്ചു. അപ്പോൾ ആ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ ആൽഫ ഉണ്ടാവില്ലേ? L ആൽഫ ഓഫ് F1 എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. L ആൽഫ ഓഫ് F1 എന്താ? F1 ഓഫ് ആൽഫ. പക്ഷേ F1 ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? F1 ഓഫ് ആൽഫയുടെ വാല്യൂ നമുക്ക് കൊടുക്കാം AS1 പ്ലസ് BS2. അപ്പം ഈക്വൽ ടു A പുറത്തെടുത്തൂടെ A ഇൻറ്റു F1 ഓഫ് S1 പ്ലസ് B ഇൻറ്റു F1 ഓഫ് S2. പക്ഷേ F1 എവിടെയില്ല? എസ് നോട്ടിലുള്ള. അപ്പോൾ എസ്സിലുള്ള എല്ലാവരും സീറോയിലേക്ക് കൊണ്ടുപോകില്ലേ? അപ്പോൾ F1 ഓഫ് S1ഉം F1 ഓഫ് S2ഉം സീറോ ആണ്. അപ്പം A ഇൻറ്റു 0 പ്ലസ് B ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്തായി? 0 ആയി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? L ആൽഫ ഓഫ് F1 നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, നമുക്ക് 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സിമിലർലി L ആൽഫ ഓഫ് F2 0 ആയിരിക്കും, L ആൽഫ ഓഫ് F3 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നിങ്ങൾ ഈ ആദ്യത്തെ ഒരു പിക്ചർ ഞാൻ വരച്ചില്ലേ? ഇപ്പോൾ S1, S2 ഇവിടെ നമ്മൾ LS1, LS2 ഉണ്ടെന്ന് പറഞ്ഞു. അവർ മാത്രമല്ല L ആൽഫ ഉണ്ടാവും. ഇതേപോലെ ഏത് ആൽഫയ്ക്കും L ആൽഫ ഇവിടെ ഉണ്ടാവും. അതായത് S1ൻ്റെ S2ൻ്റെ ഏത് ലീനിയർ കോമ്പിനേഷനും ഇവിടെ ഉണ്ടാകും. അപ്പോൾ എസ് നോട്ടിൽ ശരിക്കും ഇങ്ങനെയുള്ള എലമെൻസ് അല്ലേ വരിക?
എസ് നോട്ടിൽ എങ്ങനെയുള്ള എലമെൻസ് വരിക? എസ് നോട്ടിൽ സെറ്റ് ഓഫ് ഓൾ എല്ലാ ആൽഫയല്ലേ വരിക. ആ ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൽഫ എവിടെയുള്ള ആളെന്ന് നമ്മൾ കണ്ടു, ആൽഫ എലമെന്റ് ഓഫ് സ്പാൻ എസ് അല്ലേ. അപ്പോൾ ഇതാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എസ് ഒരു സെറ്റ് ആണെങ്കിൽ എസ് നോട്ടിൽ എങ്ങനെയുള്ള എല്ലാ ആൽഫാസും മുഴുവൻ വരും? സ്പാൻ എസിലുള്ള ആൽഫ എടുത്താൽ അങ്ങനെയുള്ള എല്ലാ ആൽഫാസും വരും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എസ് നോട്ടിനെ അല്ലെങ്കിൽ വി സ്റ്റാറിലുള്ള എല്ലാ ആൽഫകളെല്ലാം നമ്മൾ ആൽഫയായിട്ട് കാണും. അപ്പോൾ എല്ലാ ആൽഫയും നമ്മൾ ആൽഫയായിട്ട് കാണുകയാണെങ്കിൽ ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ ആൽഫ സച്ച് ദാറ്റ് ആൽഫ എലമെന്റ് ഓഫ് സ്പാൻ എസ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ആര് തന്നെയാണ്? സ്പാൻ എസ് തന്നെയല്ലേ, സ്പാൻ എസ്. അപ്പോൾ നമ്മൾ എസ് നോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഉണ്ടാവുക എല്ലാ ആൽഫ ആണ്. ആ ആൽഫ സ്പാൻ എസിൽ നിന്നായിരിക്കും. എല്ലാ ആൽഫയും നമ്മൾ ആൽഫയായിട്ട് തന്നെ കാണുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഏത് സെറ്റാണ് എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ സ്പാൻ എസ് എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റിസൾട്ട് പഠിക്കുന്നത്. എസ് നോട്ട് ഇസ് ഈക്വൽ ടു സ്പാൻ എസ് എന്നുള്ള റിസൾട്ട് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഈ ഒരു തിയറം പറയാം. നിങ്ങൾ ഈ തിയറം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ചുമ്മാ നമ്മൾ തിയറം പഠിച്ച് പ്രൂഫ് പഠിക്കുന്നതല്ല കാര്യം. നമുക്ക് ഈ തിയറത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇവിടെ ഐഡിയസ് ഞാൻ പറയാം. നമ്മൾ എസ് എന്ന് പറഞ്ഞ സെറ്റിൽ ആയിരുന്നുള്ളത് സ്മോളസ്റ്റ് 1ഉം സ്മോളസ്റ്റ് 2ഉം. ഇതാണ് എസ് എന്ന് പറഞ്ഞ സെറ്റ്. അപ്പോൾ എസ് നോട്ടിൽ നമ്മൾ ചുമ്മാ അസ്യൂം ചെയ്യാണ് 3 പേരാണ്. നമ്മൾ വെറുതെ വിചാരിക്കുക F1 F2 F3 ആണെങ്കിൽ എന്താ സംഭവിക്കുക? F1 F2 F3 എല്ലാം S1നെ S2നെ 0ലേക്ക് കൊണ്ടുപോകും. അതായത് F1 of S1 0 ആയിരിക്കും, F1 of S2 0 ആയിരിക്കും. സിമിലർലി F2നും അതുപോലെ തന്നെ. ഇനി നമ്മൾ എസ് നോട്ടിൽ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എസ് നോട്ടിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് വി സ്റ്റാറിലുള്ള എലമെൻസ് അല്ല. അപ്പോൾ അത് എല്ലാ ആൽഫ ഫോമിലുള്ളവരായിരിക്കും. അപ്പോൾ എല്ലാ S1 ഉണ്ടാവില്ലേ? ഉണ്ടാവും. നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാ S1 of F1 F2 F3 അതെല്ലാം 0 ആയിരിക്കും. സോ F1നെ F2നെ F3യെയും 0ലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ LS1 എവിടെ ഉണ്ടാകും? എസ് നോട്ടിൻ്റെ നോട്ടിൽ, അതായത് എസ് നോട്ടിൽ ഉണ്ടാവും. സിമിലർലി S2 ഇവിടെ ഉണ്ടെങ്കിൽ LS2 നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എസ് നോട്ടിൽ ഉണ്ടാവും. അപ്പോൾ ഇവർ മാത്രമല്ല ഉണ്ടാവുക, നമുക്ക് എക്സ്ട്രാ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടാവും. അതെങ്ങനെ നമുക്ക് കിട്ടിയത്? S1ൻ്റെ S2ൻ്റെ ഏത് ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിലും അപ്പോൾ അതിന് നമ്മൾ ആൽഫ എന്ന് വിളിക്കുകയാണെങ്കിൽ എല്ലാ ആൽഫ ഇവരെ ഈ 3 പേരെയും 0ലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എല്ലാ ആൽഫയും എവിടെ ഉണ്ടാവും? എസ് നോട്ടിൽ ഉണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മുടെ എസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഏത് സെറ്റാണ്? സെറ്റ് ഓഫ് ഓൾ എല്ലാ ആൽഫ. അവിടെ ഏതെല്ലാം ആൽഫാസ് ഉണ്ടാവും? സ്പാനസിലുള്ള എല്ലാ ആൽഫാസും നമുക്ക് ഉണ്ടാകും. സോ എൽ ആൽഫ ഈക്വൽ എസ് നോട്ട് ഇസ് ഈക്വൽ സെറ്റ് ഓഫ് ഓൾ എൽ ആൽഫ ആൽഫ എലമെന്റ് ഓഫ് സ്പാനസ് എന്നാണ് ശരിക്കുള്ള റിസൾട്ട്. പക്ഷേ നമ്മൾ മാത്തമാറ്റിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വി സ്റ്റാറിനെ നമ്മൾ വി ആയിട്ട് തന്നെ കാണും. അതായത് എൽ ആൽഫ എന്നുള്ള ഒരാളെ നമ്മൾ എങ്ങനെ കാണും? ആൽഫ എന്ന് വിളിക്കാം. അപ്പോൾ ഇത് ആക്ച്വലി ഏത് സെറ്റാണ്? സെറ്റ് ഓഫ് ഓൾ എൽ ആൽഫ എന്നുള്ളതിന് പകരം സെറ്റ് ഓഫ് ഓൾ ആൽഫ എന്ന് എഴുതിയാൽ സെറ്റ് ഓഫ് ഓൾ ആൽഫ സച്ച് ദാറ്റ് ആൽഫ എലമെന്റ് ഓഫ് സ്പാനസ് എന്ന് പറഞ്ഞാൽ സ്പാനസിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെറ്റ് സ്പാനസ് തന്നെയാണ്. സോ ഇറ്റ്സ് നോട്ട് ഇസ് ഈക്വൽ ടു സ്പാനസ്.